സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഓർമ്മകളിലൂടെ പോവാം നമുക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചുവെങ്കിലും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് തൃക്കാക്കര NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. കൊട്ടിക്കലാശത്തിന് CPM പ്രവർത്തകരുമായി തർക്കമുണ്ടായില്ലെന്നും LDF സ്ഥാനാർത്ഥി പുഷ്പദാസിനെ നേരിട്ട് കാണാൻ എത്തിയതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ഓർമ്മകൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് അഖിൽ മാരാർ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, ഒട്ടേറെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കും രസകരമായ അനുഭവങ്ങൾക്കുമൊക്കെ വേദിയാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പ്രചരണത്തിനിടയിലെ രസകരമായ അനുഭവം മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായ അഖിൽ മാരാറാണ്. അതുതന്നെ ഇപ്പോൾ റിസൾട്ടിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രചരണ കാലത്തിലേക്കൊന്ന് കുറച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തോന്നിയിട്ടുള്ള ഏറ്റവും രസകരമായ അനുഭവങ്ങൾ എന്താണ്? ഒരുപാട് അങ്ങനെ രസകരം എന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതലും കുറച്ചൊക്കെ ഓർമ്മകൾ രസകരമായി തോന്നിയത്, ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണല്ലോ. അപ്പോൾ കൊട്ടാരക്കരയിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഓപ്പോസിറ്റ് രാഷ്ട്രീയക്കാരുമായിട്ട് ചേർന്നുള്ള പല ഇൻസിഡൻറ്റുകൾ, ഇപ്പോൾ ഉമ്മച്ചേച്ചിയെ കണ്ട നിമിഷങ്ങളായാലും എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ഒരുമിച്ച് വോട്ട് പിടിക്കാൻ പോയത്, അതായത് ഒരു കോളനിയിൽ ഞാൻ വോട്ട് പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉമാ തോമസിന് വേണ്ടിയിട്ട് പ്രസ്താവന കൊടുക്കാൻ വന്ന കുറച്ച് പേർ, ആ ആൾക്കാർ അവസാനം ആ പ്രദേശം ഞങ്ങൾക്ക് അത്ര പരിചിതമല്ലെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഉമാ തോമസിൻ്റെ പ്രസ്താവന ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്നെയും കൊണ്ടുപോയി പല പ്രദേശങ്ങളിലും അവർ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. CPMൻ്റെ ലോക്കൽ കമ്മിറ്റിയിൽ ലോക്കൽ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെന്ന് കയറി അവരോട് വോട്ട് ചോദിച്ചപ്പോൾ അവർ നമ്മളെ വെൽക്കം ചെയ്ത ഒരു രീതി, അതെനിക്ക് ഭയങ്കര ജനാധിപത്യപരമായിട്ട് ഭയങ്കര നല്ലൊരു നിമിഷമായിട്ട് ഫീൽ ചെയ്തു. അത് ഞാൻ CPMലെ ചില മുതിർന്ന നേതാക്കളെ പിന്നീട് കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയേനെ. നമ്മൾ അങ്ങനെയുള്ളവരെ കാണാത്തത് കൊണ്ട് കൂടിയാവാം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഭയങ്കര വിരോധം വന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പം ഈ രാഷ്ട്രീയം അതിപ്രസരമില്ലാത്തത് കൊണ്ടാവാം എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു രീതി ഞാൻ തൃക്കാക്കരെ കണ്ടിരുന്നു. അതൊക്കെയാണ് മനസ്സിൽ ഒരു ഓർമ്മയുള്ളത്. പിന്നെ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ചത് നമ്മുടെ ഒരു അംബേദ്കർ കോളനിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ 10ഓളം സ്ത്രീകൾ ഒരു വീട്ടിലാണ് താമസം. അപ്പോൾ ഈ 10 സ്ത്രീകൾ ഒരു വീട്ടിൽ താമസിക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ അവർ പല ആൾക്കാരുടെ അടുത്ത് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായില്ലല്ലോ എന്ന് തോന്നിയ അവസ്ഥകൾ. ഈ കൊട്ടിക്കലാശത്തിനിടെ CPM പ്രവർത്തകരുമായിട്ട് ചെറിയൊരു തർക്കം ഉണ്ടായ വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അത് സ്വാഭാവികമാണ്. എങ്കിലും അന്നത്തെ ദിവസം എന്താണ് ശരിക്കും സംഭവിച്ചത്? അല്ല, അത് തർക്കമൊന്നും ഉണ്ടായതൊന്നുമല്ല കേട്ടോ. അതും തർക്കമൊന്നുമല്ല. ഇപ്പം ഞാൻ കരുതി ആക്ച്വലി ഞാൻ പുഷ്പദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പ്രചരണ വേളയിൽ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. അപ്പം സ്ഥാനാർത്ഥി ഒന്ന് കാണാം, കണ്ടൊരു ബെസ്റ്റ് വിഷസ് പറയാം എന്ന് കരുതിയിട്ട് ഞാൻ അവിടേക്ക് പോയതാണ്. അപ്പം പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാത്രം പോകാം. പക്ഷേ എൻ്റെ ഒപ്പം ബാക്കിയുള്ള എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വേണ്ട, എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ അഖിലിനോട് ചിലപ്പോൾ അവർ മര്യാദയ്ക്ക് പെരുമാറും, മറ്റുള്ള ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് CPMൻ്റെ ഒരു നേതാവ്, അദ്ദേഹം ആരാന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു അഖിലെ അത് വേണോ, ചിലപ്പം പല ആൾക്കാരും പല സ്വഭാവത്തിൽപ്പെട്ടവരാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നം വന്നാലും അത് പിന്നെ അങ്ങ് ആളിപ്പടരും. അപ്പോൾ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ചതാണ്, അല്ലാതെ അത് മറ്റേ രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ്, സാന്നിധ്യം ഉണ്ടാവും? അല്ല, 100% തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെക്കാട്ടി ഉപരി ഈ രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അതുകൊണ്ട് വേണ്ടിയാണ് ഞാനൊരു അത് എങ്ങനെ ചെയ്തു കൊടുക്കാം, കൂടുതൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനുവേണ്ടി മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായ അഖിൽ മാരാറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെ ചില നല്ല മുഹൂർത്തങ്ങളും അതോടൊപ്പം തന്നെ വൈകാരിക മുഹൂർത്തങ്ങളുമൊക്കെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. ഇനിയിപ്പോൾ റിസൾട്ടിന് കാണാം. ക്യാമറമാൻ വിനോദ് തോമസിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.